എല്ലാവർക്കും നമസ്കാരം. നൈറ്റ് വിത്തൗട്ട് എൻഡ് ബൈ അലിസ്റ്റർ മെക്ലീൻ, ചാപ്റ്റർ 2, മൺഡേ 1 AM to 2 AM. തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിലുണ്ടായ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാം. പ്ലെയിനിൻ്റെ ശബ്ദം കേട്ട് IGV ക്യാബിൻ്റെ പുറത്തിറങ്ങിയ ഡോക്ടർ മേസൺ അത് പാസഞ്ചർ പ്ലെയിൻ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കി? ദ ആൻസർ ഈസ് സിമ്പിൾ. പാസഞ്ചർ പ്ലെയിനിൻ്റെ ഓരോ സീറ്റിൻ്റെ സൈഡിൽ ഓരോ വിൻഡോ ഗ്ലാസ് ഉണ്ടാവും. രാത്രി സമയം പ്രത്യേകിച്ച് ആ വിൻഡോ ഗ്ലാസ്സിൽ കൂടെ പാസഞ്ചർ ക്യാബിനിലുള്ള ലൈറ്റ് പുറത്ത് കാണും. അത് താഴ്ന്നു പറക്കുന്ന ഒരു പ്ലെയിൻ ആകുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതേസമയം ഒരു ബോംബർ പ്ലെയിനോ അല്ലെങ്കിൽ ഒരു കാലാവസ്ഥാ നിരീക്ഷണ വിമാനമോ ആണെങ്കിൽ ഒരിക്കലും ഇത്തരം ലൈറ്റുകൾ ഉണ്ടാവില്ല. കാരണം അതിലത്രയും നിരനിരയായിട്ടുള്ള സീറ്റുകൾ ഉണ്ടാവില്ല. പൈലറ്റും കൂടാതെ 1-2 ആൾക്കാരൊക്കെ കാണുകയുള്ളൂ. ഓക്കെ, അർദ്ധരാത്രി 12 മണിക്ക് IGV സ്റ്റേഷനിൽ നിന്ന് പ്ലെയിനിനെ ഫോളോ ചെയ്ത് വന്ന ഡോക്ടർ മേസനും ടീമും 1 മണിക്ക് പ്ലെയിനിൻ്റെ അടുത്തെത്തി. പ്ലെയിനിൻ്റെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. അതനുസരിച്ച് പ്ലെയിനിൻ്റെ വലതുവശത്താണ് ഇവർ വന്ന് നിൽക്കുന്നത്. വിമാനത്തിനടുത്തെത്തിയ ഡോക്ടർ മേസനും ജാക്ക് സ്ട്രോയും ആദ്യമായിട്ട് അവരുടെ സെർച്ച് ലൈറ്റ് വർക്ക് ചെയ്യിച്ചു. അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. ടോർച്ച് പോലെയല്ല, നല്ല പവർഫുൾ ലൈറ്റാണ്. ഡോക്ടർ മേസൺ അതുപയോഗിച്ച് അവർ നിൽക്കുന്ന ഭാഗം, വിമാനത്തിൻ്റെ വലതുവശത്താണ് അവർ വന്ന് നിൽക്കുന്നത്. നമ്മളത് നേരത്തെ പറഞ്ഞിരുന്നു. അവിടെ ഈ സെർച്ച് ലൈറ്റ് ഒന്ന് പ്രകാശിപ്പിച്ച് വിമാനം മൊത്തം, ആ വലതുവശം മൊത്തം ഒന്ന് നോക്കി. അപ്പോൾ ആ വലതെ ചിറകിൻ്റെ മുകളിൽ കണ്ട ഒരു 4 അക്ഷരങ്ങൾ, അത് വായിച്ച ഡോക്ടർ മേസൺ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. BOAC, ബ്രിട്ടീഷ് ഓവർസീസ് എയർവേസ് കോർപ്പറേഷൻ. ഞെട്ടിത്തെറിക്കാൻ കാരണം ബ്രിട്ടീഷ് എയർവേസ് ഗ്രീൻലൻഡിൽ കൂടെ ഒരു സർവീസും നടത്തുന്നില്ല. ആകെ ഗ്രീൻലൻഡിൽ കൂടെ സർവീസ് നടത്തുന്നത് സ്കാൻഡിനേവിയൻ നേഷൻസും ഡെൻമാർക്കുമാണ്. അത് പോകുന്നത് കാനഡയ്ക്കും US-ലേക്കും. തിരിച്ച് US നിന്നും കാനഡയിൽ നിന്നും ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കും സർവീസ് ഉണ്ട്, അവിടുത്തെ കമ്പനികളുടെ. അല്ലാതെ ബ്രിട്ടീഷ് കമ്പനിയുടെ വിമാനം ഗ്രീൻലൻഡ് ഐസ് ക്യാപ്പിലൂടെ നോർമലി പറക്കാറില്ല. അവർക്ക് അത്തരം ഒരു എയർ റൂട്ടില്ല. പിന്നെ ഡോക്ടർ മേസൺ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജാക്ക് സ്ട്രോ എന്ന് പറഞ്ഞു, ഡോക്ടർ മേസൺ, ഞാനിതിൻ്റെ ഡോറ് കണ്ടുപിടിച്ചു. അപ്പോഴാണ് ഡോക്ടർ മേസൺ ഞെട്ടി ഈ ചിന്തയിൽ നിന്നൊക്കെ ഒന്ന് ഉണർന്നു. പിന്നെ അദ്ദേഹം വിമാനത്തിൽ മൊത്തം ചുറ്റും ഒന്ന് പരിശോധിച്ചു. ആകെ ഒരു സമാധാനം. ക്യാബിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ അപകടമുണ്ടായിരുന്നു, തീ. കാരണം വിമാനത്തിന് എവിടെയെങ്കിലും ഒരു ക്രാഷ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഫ്യൂവൽ ടാങ്കിലെങ്ങാനും എത്തിയാൽ പിന്നെ സെക്കൻഡ്സ് മതി. കാരണം അത്രയും ശക്തമായിട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീ ആളിപ്പെടരും, വിമാനം ബാക്കി ഉണ്ടാവില്ല. എന്തായാലും അത്തരം ഒരു അപകടം ഇല്ല എന്ന് ഡോക്ടർ മേസൺ ആദ്യമേ ഉറപ്പിച്ചു. ഓക്കെ, എന്തായാലും ജാക്സണോട് കൂടെ ചേർന്ന് അദ്ദേഹം ആ ഡോറിൻ്റെ അടുത്തെത്തി. അതിൻ്റെ ഏറ്റവും താഴെ ഭാഗം, ഡോറിൻ്റെ ഏറ്റവും താഴെ ഭാഗം, ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ഇവരുടെ ഏകദേശം തലയുടെ ഒപ്പമാണ്. അതായത് ഒരു 5.5 അടിക്ക് മുകളിലാണ്. കാരണം വിമാനം എന്ന് പറഞ്ഞാൽ വളരെ പൊക്കത്തിലാണല്ലോ. താഴെ നമുക്കറിയാം ഈ സ്റ്റെയർ കേസൊക്കെ വെച്ചാണ് ഇതിൻ്റെ അകത്തോട്ട് കയറുക. ഓക്കെ, എന്തായാലും ഈ ഡോറ് തുറക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ജാക്ക് സ്ട്രോ അവരുടെ ആ ഡോക്ടർ അടിച്ചു നിന്ന് 2 കടപ്പാര എടുത്ത് ആ ഡോറിനും ബോഡിയുടെയും ഇടയിൽ തിരുകി. ഡോക്ടർ മേസനും ജാക്ക് സ്ട്രോയും ഓരോന്നിൽ താഴോട്ട് ബലം പിടിച്ചു. പക്ഷേ ഡോർ അനങ്ങുന്നില്ല. ശക്തമായിട്ട് ഒന്നുകൂടി ബലം പിടിച്ചു. അപ്പോഴും മനക്കമില്ല. 2 ആളുടെയും അവരങ്ങോട്ട് തൂങ്ങി, അവരുടെ കാലൊക്കെ നിലത്തുനിന്ന് പൊങ്ങി, എന്നിട്ടും ഒന്നും അനങ്ങുന്നില്ല. പിന്നെ അവർ വേറൊരു കാര്യം ചെയ്തു. 2 ആളും കൂടി ഒരു പാരയിൽ തൂങ്ങി. ഇപ്പം അനങ്ങി.
പാര പൊട്ടി രണ്ടാളും മലന്നടിച്ച് താഴെ വീണു. അതാണ് അനങ്ങിയത്, അല്ലാതെ പ്ലെയിനിൻ്റെ ഡോർ തുറന്നില്ല. ഒരു സാധാരണ പാസഞ്ചർ പ്ലെയിൻ അല്ലെങ്കിൽ അത്തരം പാസഞ്ചർ പ്ലെയിൻ മാത്രമല്ല, മിക്കവാറും എല്ലാ പ്ലെയിൻസും മോർ ദാൻ 9 കിലോമീറ്റർ ഹൈറ്റിലാണ് പറക്കുന്നത്. അതിൻ്റെ നോർമൽ റൂട്ടെന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് 9 കിലോമീറ്ററിന് മുകളിൽ 12 കിലോമീറ്റർ വരെയുള്ള ഒരു റേഞ്ചാണ് നോർമലി. ഈ റേഞ്ചിൽ സമയത്ത് മുകളിലോട്ട് പോകുന്നത് നമുക്കറിയാം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. പക്ഷേ ഈ പ്ലെയിനിൻ്റെ അകത്ത് നമ്മുടെ ഈ ഗ്രൗണ്ട് ലെവലിലുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള പ്രത്യേക എക്യുപ്മെൻസും അത് മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റങ്ങളും എല്ലാം എല്ലാ പ്ലെയിനിലും ഉണ്ട്. അന്നത്തെ കാലത്ത് ഈ ഡോക്ടർ മേസൻ്റെ കഥ പറയുന്ന കാലത്ത്, അഥവാ ഈ നൈറ്റ് വിത്തൗട്ട് എൻഡ് എന്നുള്ള കഥ പറയുന്ന കാലത്ത് എല്ലാം പൈലറ്റ് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇന്നിപ്പോൾ ആ കാലവും മാറി, എല്ലാം ഓട്ടോമാറ്റിക്കാണ്. എപ്പോഴും പ്ലെയിനിൻ്റെ അകത്ത് നമ്മുടെ എർത്ത് ലെവലിലുള്ള, അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സീ ലെവലാണ്, കടൽ നിരപ്പിലുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പുറത്ത് നമുക്കറിയാം, മുകളിലോട്ട് പോകുന്തോറും പ്രഷർ കുറയും. ഒരു സാധാരണ പ്ലെയിനിൻ്റെ അകത്തുള്ള പ്രഷറിനേക്കാൾ 3.5 മുതൽ 4 മടങ്ങ് വരെ കുറവായിരിക്കും പുറത്തുള്ള പ്രഷർ. അപ്പോൾ ഈ അകത്തും പുറത്തുമുള്ള പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഡോറിനും അതുപോലെ അതിൻ്റെ ഗ്ലാസിനും എല്ലാം അത്രയും സ്ട്രെങ്ത് വേണം. പ്രഷർ ഡിഫറൻസ് വിസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ഇവിടെ ഒരു പാരയിട്ട് പൊട്ടിക്കാൻ നോക്കിയത്. പാര പൊട്ടിയത് മിച്ചം. പിന്നെ എന്താണ് വഴി? ഒരു രണ്ടാളും കൂടി വിമാനത്തിന് ചുറ്റും ഒന്ന് നടന്ന് നമ്മൾ കഴിഞ്ഞ ആപ്പിൽ പറഞ്ഞ പോലെ വിമാനം ഒരു ഹമക്കിൽ അഥവാ ഒരു ഐസ് ഹില്ലിൽ ഇടിച്ച് വശം തിരിഞ്ഞ് നിൽക്കുകയാണ്. ആ ഇടിച്ച സൈഡിലെത്തിയപ്പോൾ അവർ കണ്ടു, അവിടെ വിമാനത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെന്ന് പറഞ്ഞാൽ പൈലറ്റും കോ പൈലറ്റും ഇരിക്കുന്ന ഭാഗമാണ് കൺട്രോൾ ക്യാബിൻ അഥവാ കോക്പിറ്റ് എന്ന് പറയും. ആ ഭാഗത്ത് വിൻഡ് സ്ക്രീൻ, വിൻഡോയുടെ ജനൽ ചില്ല് പൊട്ടിയിരിക്കുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ പൊട്ടിയിരിക്കുന്നു. മാത്രമല്ല ആ ഭാഗത്ത് ബോഡിയിലൊരു വിടവ്, ഒരു കട്ട് ഫോം ചെയ്തിരിക്കുന്നു. സോ ആ വിൻഡ് സ്ക്രീനിലൂടെ അകത്ത് കയറാം എന്ന് തീരുമാനിച്ച് ഡോക്ടർ മേസൻ ചാടി അതിൻ്റെ ഒരു സൈഡിലേക്ക് പിടിച്ചു. അപ്പോൾ ഈ വിമാനം നമുക്കറിയാം, വിമാനം ഒരു കർവേച്ചറിലാണ്. താഴെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വളവിലാണ് അതിൻ്റെ മോൾ ഭാഗം കാണുക. ആ വളവിൻ്റെ എഫക്റ്റിലാണ് ആ വിൻഡ് സ്ക്രീൻ പൊട്ടി തകർന്നു പോയി എന്ന് ഡോക്ടർ മേസിന് തോന്നിയത്. ആക്ച്വലി അത് പൊട്ടിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും തകർന്നു പോയിട്ടില്ല, ഗ്ലാസ് അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ മേസിന് ഈ ചാടിയിട്ട് മുകളിൽ പിടുത്തം ശരിക്കും കിട്ടിയില്ല. അദ്ദേഹം താഴേക്ക് വീഴാനുള്ള ഒരവസ്ഥയിലെത്തി. ആ സമയത്താണ് ജാക്ക് സ്ട്രോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. ജാക്ക് സ്ട്രോ താഴെ നിന്ന് അദ്ദേഹത്തിൻ്റെ കാലുകൾ പിടിച്ച് ജാക്ക് സ്ട്രോയുടെ ഷോൾഡറിലേക്ക് വിളിച്ചു. അവിടെ നിന്നുകൊണ്ട് ജാക്ക് സ്ട്രോയുടെ ഷോൾഡറിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒരു ഐസാക്സിൻ്റെ സഹായത്തോടെ ഡോക്ടർ മേസൻ ആ ചില്ല് അടിച്ചു പൊട്ടിച്ചു. അതിനേകദേശം 2 മിനിറ്റ് വേണ്ടി ഒന്ന് ആലോചിക്കണം. ഒരു ചില്ല് അടിച്ച് പൊട്ടിക്കാൻ 2 മിനിറ്റ്. അപ്പോൾ അത്രയും ആ ചില്ലിൻ്റെ ബലം എന്താണെന്ന് നമുക്ക് അപ്പോൾ ഊഹിക്കാം. ഇവിടെ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കണം. നമ്മൾ കഴിഞ്ഞ ആപ്പിൽ പറഞ്ഞു, ജാക്ക് സ്ട്രോ എന്ന മനുഷ്യൻ, ആ സയൻറ്റിസ്റ്റ് അസാമാന്യ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഉള്ള മനുഷ്യനാണ്. ഇപ്പം നമുക്കറിയാം, ഈ ഒരു ഇൻസിഡൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹം അസാമാന്യ ശാരീരിക ശക്തിയും കൂടിയുള്ളൊരു മനുഷ്യനാണ്. ഓക്കെ, എന്തായാലും ഡോക്ടർ മേസൻ ചില്ലൊക്കെ അടിച്ച് പൊട്ടിച്ചു. അവിടെ നിന്നൊരു വിധം അകത്തേക്ക് കയറിപ്പറ്റി ഉടനെ അദ്ദേഹം നിലത്തേക്ക് ചവിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് പതിച്ചത് ഒരു ഡെഡ് ബോഡിയുടെ മേലേക്കാണ്. അകത്ത് ഇരുട്ടാണ്, കൺട്രോൾ ക്യാബിൻ മൊത്തം ഇരുട്ടാണ്. അവിടെ ഡോക്ടർ മേസിന് ഈ ബോഡി കാണാൻ പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു എക്സ്പെർട്ട് ഡോക്ടറാണ്. ഒരു ടച്ചിൽ അദ്ദേഹം മനസ്സിലാക്കി അത് ഡെഡ് ബോഡിയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ടോർച്ച്
പോക്കറ്റിൽ നിന്ന് എടുത്തു അടിച്ചു. അപ്പോഴാണ് വളരെ ഭയാനകമായ ഒരവസ്ഥ. ആ ഇടിയുടെ ആഘാതം മുഴുവനേറ്റ് മുഖവും തലയും മുഴുവൻ തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യ ശരീരം. അത് ആ വിമാനത്തിൻ്റെ കോ പൈലറ്റാണ്. ഡോക്ടർ മേസൻ ആലോചിച്ചു, ഇത്തരം ഒരു അവസ്ഥ ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളത് അദ്ദേഹം പണ്ട് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് ഒരു മോട്ടോർ സൈക്കിളും ട്രക്കും നേർക്ക് ഇടിച്ച് ആ മോട്ടോർ സൈക്കിളിസ്റ്റിന് അദ്ദേഹം കാണുന്നുണ്ടായി. ചികിത്സിക്കാനൊന്നുമില്ല, കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടാണ് വരുന്നത്. അന്നാണ് അദ്ദേഹം അത്തരം ഒരു സീന് കണ്ടിട്ടുള്ളത്. കാരണം അദ്ദേഹം ബ്രിട്ടനിലാണല്ലോ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് എപ്പോഴും കാണാം. മോട്ടോർ സൈക്കിളുകാർക്കും ഓട്ടോറിക്ഷക്കാർക്കും ഭൂമിയിലെ രാജാക്കന്മാർ എന്നുള്ള ലെവലിലാണല്ലോ അവർ റോഡിൽ കൂടെ വാഹനം ഓടിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സീനുകളൊക്കെ എപ്പോഴും കാണാമായിരുന്നു ഡോക്ടർ മേസിന്. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടോർച്ച് അപ്പുറത്ത്, അതായത് ഈ കിടക്കുന്നത് കോ പൈലറ്റാണ്, തൊട്ടപ്പുറത്ത് മെയിൻ പൈലറ്റിൻ്റെ ഭാഗത്തേക്ക് ആ ടോർച്ച് തെളിച്ചു. അവിടെയും മെയിൻ പൈലറ്റ് ആ സീറ്റിൽ, അദ്ദേഹത്തിന് പുറമേക്ക് പരിക്കുകളൊന്നും കാണാനില്ലെങ്കിലും അദ്ദേഹം മരിച്ചിരിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഡോക്ടർ മേസന് മനസ്സിലായി. ഡോക്ടർ മേസൻ താഴെ നിൽക്കുന്ന ജാക്സ്ട്രോട് പറഞ്ഞു, നമ്മൾ കൊണ്ടുവന്ന ആ തുണിയുടെ ചാക്കുണ്ടല്ലോ അങ്ങിതാ. അങ്ങനെ ജാക്സ്ട്രോ താഴെ നിന്ന് ആ തുണിയുടെ ചാക്ക് കൊടുത്തു, ഒപ്പം എൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റും. അങ്ങനെ ഡോക്ടർ മേസൻ ആ ഫസ്റ്റ് എയ്ഡ് കിറ്റും തുണിയുടെ 2 ചാക്കുകളും വാങ്ങിച്ചു. ശരി ജാക്സ്ട്രോ, നിങ്ങൾ ഇങ്ങോട്ട് കയറിപ്പോരെ എന്നും പറഞ്ഞ ഡോക്ടർ മേസൻ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടി കൈ നീട്ടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഒരു ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ജാക്സ്ട്രോ ഒരു ചാട്ടത്തിന് ആ പൊട്ടിയ വിൻഡ് സ്ക്രീനിൻ്റെ ഇടതുവശത്തുള്ള പോസ്റ്റിലും വലതുവശത്തുള്ള അതിൻ്റെ ആ ബോഡിയോട് ചേർന്ന ഭാഗത്തും ഓരോ കൈ കൊണ്ട് പിടിച്ചു. ഒന്ന് പൊങ്ങി 2 കാലും അകത്തേക്ക് ഇട്ടുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അകത്തേക്ക് വന്നു. ആദ്യമായിട്ടാണ് ജാക്സ്ട്രോ അങ്ങനത്തെ അവസ്ഥയെ കാണുന്നത്. പക്ഷേ ഏതൊരവസ്ഥയിലും ജാക്സ്ട്രോ വളരെ സിമ്പിളായിട്ട് റിയാക്ട് ചെയ്യും. അദ്ദേഹത്തിന് അമ്മാതിരി ശാരീരിക ശക്തിയുണ്ട്. മറ്റ് അദ്ദേഹത്തിൻ്റെ സെൻസറി പവേഴ്സും വളരെ കൂടുതലാണ്. ഓക്കെ, ഡോക്ടർ മേസൻ തുണിയുടെ ആ ഒരു ചാക്ക് തുറന്നു, ഓരോ പുതപ്പെടുത്ത് ഈ മരിച്ചു കിടക്കുന്ന 2 ബോഡിയുടെയും മേലേക്ക് ഇട്ടു, ഡെഡ് ബോഡിക്ക് ഒരു ബഹുമാന സൂചകമായിട്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഉള്ള ആ കൺട്രോൾ ക്യാബിൻ കഴിഞ്ഞ് ഒരു ചെറിയ വഴിയുണ്ട് ബാക്കിലേക്ക്, വിമാനത്തിൻ്റെ ബാക്കിലേക്ക്. അതിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് റേഡിയോ ക്യാബിനാണ്. നമുക്കറിയാം ഒരു വിമാനമൊക്കെ ശരിയായ രീതിയിൽ നാവിഗേറ്റ് ചെയ്ത് പോകണമെങ്കിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പോൾ ആ റേഡിയോ ക്യാബിനിൽ ഡോക്ടർ മേസൻ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അബോധാവസ്ഥയിൽ കിടപ്പുണ്ട്. അത് റേഡിയോ ഓപ്പറേറ്ററാണെന്ന് അദ്ദേഹം ഊഹിച്ചു. ആ റേഡിയോ ഓപ്പറേറ്റർക്ക് അദ്ദേഹം പൾസൊക്കെ നോക്കി, പൾസ് വീക്കാണെങ്കിലും സ്റ്റഡിയാണ്. അദ്ദേഹം ചുറ്റും നോക്കി. റേഡിയോ സെറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീടുകളിൽ കാണുന്ന പോലുള്ള റേഡിയോ അല്ല അവിടെ ഒരു വിമാനത്തിൻ്റെ അകത്ത് ഉള്ളത്. നമ്മുടെ റേഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേഷനിൽ നിന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൺലി എ റേഡിയോ റിസീവർ. ഇവിടെ റിസീവിങ് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ നിന്ന് വേറെ ആരെങ്കിലും അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല, റേഡിയോ സ്റ്റേഷനിലേക്കോ വേറെ സ്ഥലത്തേക്കോ. അതേസമയം ഒരു വിമാനം എന്ന് പറയുമ്പോൾ ഒരുപാട് എയർപോർട്ടുകളിലേക്ക്, അവരുടെ പരിസരത്തുള്ള എയർപോർട്ടുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിറ്റി ചെയ്യുക. എയർപോർട്ടിൽ നിന്നുള്ള മെസ്സേജ് ഇങ്ങോട്ട് കിട്ടും, തിരിച്ച് പൈലറ്റിന് അങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈലറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഈ റേഡിയോ ഓപ്പറേറ്റർ എന്തെങ്കിലും അങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ ഒക്കെ പറയാം. അത്തരം ഒരു സംവിധാനമാണിത്. റേഡിയോ സെറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ട്രാൻസ്മിറ്റർ കം റിസീവർ. ആ റേഡിയോ സെറ്റ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നു. ഇടിയുടെ ആഘാതമാണ്, വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തതാണ്. റേഡിയോ സെറ്റ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നു. റേഡിയോ ഓപ്പറേറ്റർ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നു. ഡോക്ടർ മേസൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഓപ്പൺ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻ കില്ലർ കം സെഡേറ്റീവ് ഇഞ്ചക്ഷൻ കൊടുത്തു. അദ്ദേഹത്തിന് ഒരു പുതപ്പിട്ട് മൂടി. നെക്സ്റ്റ് റെസ്റ്റ് റൂം. പലരും റെസ്റ്റ് റൂമിന് ടോയ്ലറ്റ് എന്നുള്ള മീനിങ്ങിലാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, ശരിക്കും മനുഷ്യർ റിലാക്സ് ചെയ്യുന്ന റൂം. റെസ്റ്റ് റൂമിൽ ഒരു മനുഷ്യൻ
പെർമനൻറ്റ് റെസ്റ്റിലാണ്, മരിച്ചു കിടക്കുകയാണ്. അതിൻ്റെ അടുത്ത് പാൻട്രി മീൻസ് ഈ വിമാനത്തിന് യാത്രക്കാർക്ക് വേണ്ട സ്നാക്സും കോഫിയും അങ്ങനെയുള്ള സാധനങ്ങൾ സെർവ് ചെയ്യുന്ന റൂം. അവിടെ ഒരു ലേഡി വളരെ വേദനയോടെ ഇങ്ങനെ ഒന്ന് തേങ്ങിക്കരഞ്ഞുകൊണ്ട് കിടക്കുന്നു. അത് എയർ ഹോസ്റ്റസ് ആണെന്ന് ഡോക്ടർ മേസൺ ഊഹിച്ചു. അപ്പോൾ ജാക്ക് സ്ട്രോ ചോദിച്ചു, ഇവരെ പിടിച്ച് എണീപ്പിക്കട്ടെ? അപ്പോൾ ഡോക്ടർ മേസൺ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, വേണ്ട, അവർ തന്നെ എണീറ്റോളും, അവർ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, അവർ തന്നെ എണീറ്റോളും. നമുക്കിനി പാസഞ്ചർ ക്യാബിനിലേക്ക് പോവാം. ഇപ്പം ഈ ഇത്രയും കണ്ടിടത്തോളം ഒരു എമർജൻസി അറ്റൻഷൻ വേണ്ട ഒരേ ഒരാളേ ഉള്ളൂ, അത് റേഡിയോ ഓപ്പറേറ്ററാണ്. ബാക്കി മറ്റേ എല്ലാവരും മരിച്ചു കഴിഞ്ഞു, എയർ ഹോസ്റ്റസ് ഒഴിച്ച് എല്ലാവരും മരിച്ചു കഴിഞ്ഞു. പക്ഷേ എയർ ഹോസ്റ്റസ് ഒരു എമർജൻസി അറ്റൻഷൻ്റെ ആവശ്യമില്ല. ഇനി പാസഞ്ചർ ക്യാബിനിലെ അവസ്ഥ അറിയില്ലല്ലോ. പാസഞ്ചർ ക്യാബിനിലേക്ക് പോകുന്നതിന് ഇതുപോലെയല്ല, ഇടയിലൊരു ഡോറുണ്ട്. ആ ഡോറ് ഒന്ന് തള്ളിയപ്പോൾ തുറന്നില്ല. ആദ്യം ഡോക്ടർ മേസൺ വിചാരിച്ചു ഇതിൽ ലോക്കഡ് ആയിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ കൺട്രോൾ ക്യാബിനും പാസഞ്ചർ ക്യാബിനും ഇടയിലുള്ള ഡോറ് ലോക്ക് ചെയ്യാറില്ല. ഈ വിമാനത്തിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ, ക്രാഷ് ലാൻഡിങ്ങിൻ്റെ ആ ഒരു ആഘാതത്തിൽ ആ ഡോർ ഒന്ന് ജാമായിരിക്കണം. ഒന്ന് ബലം പിടിച്ചാൽ തുറക്കും. അതൊന്ന് ഒരു ചെറിയൊരു ജാം, ഒന്ന് ബലം പിടിച്ചാൽ തുറക്കും. ഡോക്ടർ മേസനും തള്ളി നോക്കി, തുറക്കുന്നില്ല. അവസാനം അടുത്ത സ്റ്റെപ്പായിട്ട് ഡോക്ടർ മേസനും ജാക്ക് സ്ട്രോയും ഒന്നിച്ച് ഒരു തള്ളു കൊടുത്തു. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു വേദനാജനകമായ ഒരു ശബ്ദം കേട്ടു, അയ്യോ എന്നുള്ള രീതിയിലുള്ളൊരു ശബ്ദം. ഡോക്ടർ മേസൺ പറഞ്ഞു, ജാക്ക് സ്ട്രോ വേണ്ട, തള്ളണ്ട. പറയുന്നതിന് മുമ്പേ ജാക്ക് സ്ട്രോ മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ റിഫ്ലക്സ് ഒക്കെ വളരെ ക്യുക്കാണ്. എന്നിട്ട് ഡോക്ടർ മേസൺ ഉറക്കെ പറഞ്ഞു, അപ്പുറത്തുള്ള ആളൊന്ന് മാറി നിൽക്കണം, ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് വരണം, ഈ ഡോറ് തുറന്നേ പറ്റൂ. ഒരു മിനിറ്റ് കഴിഞ്ഞ് അവർ ആ ഡോറ് തള്ളി തുറന്നു. ഡോറിന് തൊട്ടപ്പുറത്ത് ഒരു നീല ഷർട്ടും ചുവന്ന ടൈയും ധരിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ നെറ്റി മുറിഞ്ഞ് ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നെറ്റിയിൽ അദ്ദേഹം ഒരു കൈ കൊണ്ട് അമർത്തി പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ശരീര വലിപ്പവും ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഡോക്ടർ മേസന് മനസ്സിലായി. ഡോക്ടർ മേസൺ അകത്ത് കയറിയ വഴിക്ക് അദ്ദേഹം ചോദിച്ചു, ഒരു സംശയം, ഇവിടെ എന്താ സംഭവിച്ചത്? ഡോക്ടർ മേസൺ പറഞ്ഞു, നിങ്ങളിവിടെ ക്രാഷ് ലാൻഡഡായി, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയൊന്നുമില്ല. പെട്ടെന്ന് ഒരു ജർക്ക്, അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും, പെട്ടെന്ന് എനിക്കൊരു വേദന അനുഭവപ്പെട്ടു. ഓ, ഇപ്പോൾ ഡോക്ടർ, ആ ജർക്കിൽ നിങ്ങൾ ഈ ഡോറിൽ വന്നിടിച്ചു, അല്ലെങ്കിൽ ആ ഡോറിൻ്റെ സൈഡിലുള്ളൊരു ഭാഗത്ത് വന്നിടിച്ചു. ഓക്കെ. ഡോക്ടർ മേസൺ ചുറ്റും നോക്കി. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ പോലെയൊന്നുമില്ല. കാരണം അദ്ദേഹം വിചാരിച്ചത് ഇതിൻ്റെ അകത്ത് ഒരുപാട് യാത്രക്കാരെല്ലാവരും പരിക്കേറ്റ് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരവസ്ഥ എന്നുള്ള കണക്കിലാണ് നോക്കുന്നത്. പക്ഷേ നോക്കുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് മാത്രമല്ല, ആ വിമാനം ഓൾമോസ്റ്റ് ഓൾ എംപ്റ്റി, കാര്യമായിട്ടുള്ള യാത്രക്കാരില്ല, വളരെ ചുരുക്കം യാത്രക്കാരേ ഉള്ളൂ. ഈ നെറ്റി മുറിഞ്ഞു കിടക്കുന്ന മനുഷ്യനിരിക്കുന്ന സീറ്റിൻ്റെ എതിർവശത്തുള്ള, അതർ സൈഡ്, ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിലുള്ള സീറ്റിൽ നിന്ന് രണ്ട് ആൾക്കാർ, ഈ രണ്ട് നിര ഈ വിമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ KSRTC ബസ് അല്ലെങ്കിൽ ഒരു യാത്രാ ബസ് പോലെയാണ്. രണ്ട് നിര സീറ്റുകളുണ്ടാവും, ഇടയിൽ നടക്കാനൊരു വഴിയുണ്ടാവും. ആ നടവഴിയിലേക്ക് രണ്ടാൾക്കാർ വീണ് കിടപ്പുണ്ട്. ഒന്ന് ഒരു അസാമാന്യ ശരീരവലുപ്പവും അതിനനുസരിച്ചുള്ള കൈകാലുകളും എല്ലാമുള്ള ഒരു വളരെ, എന്നാൽ കാണാൻ വലിയ പ്രായമൊന്നുമില്ല, ഒരു 25 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാർ. കൂടെ ഒരു പ്രായമായ വളരെ മെലിഞ്ഞ് ഹൈറ്റ് കുറഞ്ഞ ഒരു മനുഷ്യനും. ഇങ്ങനെ രണ്ടുപേര് രണ്ട് സീറ്റുകൾക്ക് ഇടയിലുള്ള വഴിയിൽ വീണ് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് സ്വല്പം മുന്നോട്ട് പോയ ഡോക്ടർ, കാരണം ഈ വിമാനം വലത്തോട്ട് വെട്ടിത്തിരിഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു. വലത്തോട്ട് വെട്ടിത്തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുവശത്തുള്ള സീറ്റിലുള്ള ആൾക്കാർ ആ സഡൻ ഷോക്കിൽ എവിടെയും പിടിച്ചിരിപ്പില്ലെങ്കിൽ മറിഞ്ഞു വീഴും. അങ്ങനെയാണ് ഈ രണ്ടുപേരും ഇപ്പോൾ വീണ് കിടക്കുന്നത്. പക്ഷേ അവരുടെ തൊട്ട് പുറകെ സീറ്റിലുള്ള ഒരാൾ വീണിട്ടില്ല.
വളരെ സ്റ്റഡിയായിട്ടിരിക്കുന്നത്. ഡോക്ടർ മേസൻ ഞെട്ടി, ഇതിപ്പോൾ ഇയാൾ മാത്രം ഇങ്ങനെ ഇരിക്കുന്നത്. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അയാൾ വളരെ കഷ്ടപ്പെട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. കാല് രണ്ടും നിലത്ത് ഇങ്ങനെ ചവിട്ടി ഉറപ്പിച്ച് ഫ്രണ്ടിലൊരു അതിൻ്റെ ഈ വിമാനത്തിലെല്ലാം ഉണ്ടാകുന്ന ഏറ്റവും ഒരു സീറ്റിൻ്റെ ഫ്രണ്ടിലുള്ള സീറ്റിൽ നിന്ന് ബാക്കിലിരിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വല്ല എഴുതാനോ ഒക്കെ സൗകര്യത്തിൻ്റെ ഒരു ടേബിൾ ഉണ്ടാവും, മടക്കി വയ്ക്കാവുന്ന ഒരു ടേബിൾ. ആ ടേബിളിൽ ബലമായിട്ട് പിടിച്ച് അങ്ങനെ വളരെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ മേസന് മനസ്സിലായി അതൊരു പള്ളിയിലച്ഛനാണ്. ഡോക്ടർ മേസൻ പറഞ്ഞു, റിലാക്സ് ഫാദർ, ഇനി പ്രശ്നമൊന്നുമില്ല, വിമാനം ഇപ്പോൾ ഇനി അങ്ങോട്ടും മൂവ് ചെയ്യില്ല. അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് ഡോക്ടർ മേസനെ നോക്കി ഒന്നും മിണ്ടിയില്ല. ഡോക്ടർ മേസൻ അയാളെ ഇനി കൂടുതൽ മൈൻഡ് ചെയ്തില്ല. കാരണം അയാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അയാൾക്ക് പ്രത്യേകിച്ച് പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരെ എതിർവശത്തായിട്ട് 4 മനുഷ്യർ ഓരോ വിൻഡോ സീറ്റിലായിട്ടിരിപ്പുണ്ട്. അവർ സ്വാഭാവികമായിട്ടും വീഴാൻ വഴിയില്ല. കാരണം എതിർവശത്ത് പുറത്തോട്ട് വീഴാനുള്ള കപ്പാസിറ്റി വരുന്ന പോലെ, ഒരു ടെൻഡൻസി വരുന്ന പോലെ അവർ വിൻഡോയുടെ ഭാഗത്തേക്കാണ് അവരുടെ ഫോഴ്സ് പോകുക, അതുകൊണ്ട് അവർ വീഴില്ല. ഒരു വളരെ പ്രായമായ ഒരു സ്ത്രീ, പക്ഷേ നല്ല ഹെവി മേക്കപ്പൊക്കെ കാരണം കൃത്യമായിട്ട് പ്രായമൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഒരു യുവതി. വീണ്ടും നോക്കുമ്പോൾ ഒരു പ്രായമായ ഒരു മനുഷ്യൻ. അത് ഒരു ജൂതനാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഡോക്ടർ മേസന് മനസ്സിലായി. അത് കഴിഞ്ഞ് വീണ്ടും അല്പം പ്രായമായ, എന്നാൽ അങ്ങനെ ഓവറായിട്ട് പ്രായമൊന്നും ആയിട്ടില്ല, അത്യാവശ്യം ശാരീരിക ശക്തിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. നരച്ച കട്ടിമുടി, കട്ടിമീശ. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഡോക്ടർ മേസന് ഒരു കാർട്ടൂൺ കഥാപാത്രത്തിനാണ് ഓർമ്മ വന്നത്. ഡിക്സി കേണൽ എന്ന ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ ഓർമ്മ വന്നു. അത് കഴിഞ്ഞ് ദേശം മുന്നോട്ട് വീണ്ടും മറ്റേ സൈഡ്, അതായത് ആൾക്കാർ വീഴാൻ ചാൻസ് ഉള്ള സൈഡിൽ 2 സീറ്റുകൾക്കിടയിലായിട്ട് ഒരു പെൺകുട്ടി വീണെടുപ്പുണ്ട്. ഏകദേശം 18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. ഡോക്ടർ മേസൻ അവളെ പിടിച്ചെണീപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവൾ വളരെ ദയനീയമായിട്ടൊന്ന് കരഞ്ഞു. അപ്പോൾ ഡോക്ടർ മേസന് മനസ്സിലായി അവൾക്കൊരു പിടിച്ച ഭാഗത്തൊരു പരിക്കുണ്ട്. മറ്റൊരു ഭാഗത്ത് പിടിച്ച് എണീപ്പിച്ചിരുത്തി. ഒറ്റ നോട്ടത്തിൽ ഡോക്ടർക്ക് മനസ്സിലായി അവളുടെ ലെഫ്റ്റ് കോളർ ബോൺ ബ്രോക്കൺ, ഇടതുവശത്ത് കോളർ ബോൺ ഫ്രാക്ചറായിട്ടുണ്ട്. ഡോക്ടർ മേസൻ പറഞ്ഞു, നിൻ്റെ കോളർ ബോൺ ഫ്രാക്ചറാണ് മോളെ, തൽക്കാലം നീ ഇവിടെ ഇരിക്കുക, അത് ഞാൻ ശരിയാക്കി തരാം. തൽക്കാലം നീ ഇടത്തെ കൈ ഒരു പകുതി പൊക്കി വലത്തേക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കുക. ഏറ്റവും ബാക്കിലെ സീറ്റിൽ ഡോക്ടർ മേസൻ്റെ ഒരു മനുഷ്യനെ കണ്ടു. ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ, കൂടുതൽ നോക്കിയില്ല. അയാളുടെ കഴുത്തും തലയും തമ്മിലുള്ള ആംഗിൾ കണ്ടപ്പോൾ ഡോക്ടർ മേസന് മനസ്സിലായി അയാൾ മരിച്ചു കഴിഞ്ഞു. ഏറ്റവും ബാക്ക് സീറ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ ഡോക്ടർ മേസനെ തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഡിക്സി കേണൽ എന്ന് തോന്നിപ്പിച്ച ആ മനുഷ്യൻ കൈ കുറുകെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം അവകാശങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ എന്താ നടക്കുന്നത്? ഡോക്ടർ മേസൻ ഒരു മിനിറ്റ് ചിന്തിച്ചു. അദ്ദേഹം പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനാണെങ്കിലും ഇപ്പം ഇത്തരം ഒരു അവസ്ഥയിൽ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നു, എവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ഇങ്ങനെ എവിടെയോ ഒരു സ്ഥലത്ത് പ്ലെയിൻ നിൽക്കുന്നു. നല്ല കമ്പിളി ഉടുപ്പൊക്കെ ഇട്ട് 2-3 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു. ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിച്ചു പോകും. ഏതായാലും ഡോക്ടർ മേസൻ ശാന്തമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്ലെയിൻ ഇവിടെ ക്രാഷ് ലാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ചുറ്റും കേൾക്കുന്ന ശബ്ദം എന്താ? ചുറ്റും കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് പുറത്ത് ഹൈ വെലോസിറ്റി 40 km/h മുകൾ സ്പീഡിൽ ഇവിടെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഐസ് സ്പിക്യൂൾസ് ഉണ്ട്. അത് വിമാനത്തിൻ്റെ ബോഡിയിൽ അടിക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ഡോക്ടർ മേസൻ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വീണ്ടും തടുത്തു. ഞങ്ങൾക്കെല്ലാം അവകാശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു, അതൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ കൈ തട്ടി മാറ്റി. ബാക്കി ജാക്ക് സ്ട്രോ ഫിനിഷ് ചെയ്തു. അയാളെ തള്ളി അയാളുടെ സീറ്റിലേക്ക് മറിച്ചിട്ടു. എന്നിട്ട് ഡോക്ടർ മേസൻ
ഏറ്റവും മുമ്പിൽ ചെന്ന് എല്ലാവരോടും എന്നുള്ള രീതിയിൽ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് തൊട്ടടുത്തുള്ളൊരു IGV സ്റ്റേഷനിലെ സയൻറ്റിസ്റ്റുകളാണ്. ഈ വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തെന്ന് കണ്ട് ഇവിടെ വന്നതാണ് നിങ്ങളെ രക്ഷിക്കാൻ. പക്ഷേ ആദ്യം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഈ വിമാനത്തിൻ്റെ റേഡിയോ ഓപ്പറേറ്റർ വളരെ സീരിയസ് ആയിട്ട് കിടപ്പുണ്ട്, അദ്ദേഹത്തെ ഞങ്ങളുടെ ക്യാബിനിലെത്തിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നിങ്ങളെയും കൊണ്ടുപോകും. അതുവരെ നിങ്ങളെല്ലാവരും ഇവിടെ ഈ ക്യാബിൻ്റെ അകത്ത് പുറത്തിറങ്ങരുത്. ഉടനെ നമ്മുടെ ഡിക്സി കണൽ കഥാപാത്രം ഒന്നിങ്ങനെ പുറത്തും ഞങ്ങളോട് അപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു, ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറില്ലാത്തവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, പുറത്തിറങ്ങി ഇവിടെ തന്നെ ഇരിക്കുക, എന്തുവേണം ചെയ്യാം. ഇവിടെ ഇരുന്ന 2 മണിക്കൂറിനകം നിങ്ങൾ മരവിച്ച് മരിച്ചു. പുറത്തെ ടെമ്പറേച്ചറും ഇവിടുത്തെ ടെമ്പറേച്ചറും തമ്മിൽ 65 ഡിഗ്രി സെൽഷ്യസ് ഡിഫറൻസ് ഉണ്ട്. അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. പുറത്തത്രയും താഴ്ന്ന ടെമ്പറേച്ചർ ആണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അവരല്ലേ ഈ വിമാനത്തിൻ്റെ അകത്തുള്ള AC-യുടെ ഒരു സുഖകരമായ തണുപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു -40 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ ഈ 2 ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 65 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഒരു സാധാരണ മനുഷ്യന് ഈ സഡൻ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സ്പെഷ്യൽ ക്ലോത്തുകളും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് പുറത്തിറങ്ങിയാൽ മരണം ഉറപ്പ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു, റേഡിയോ ഓപ്പറേറ്റർ ക്യാബിനിൽ സേഫായിട്ട് കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ വരും, എന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകും. 20 മിനിറ്റിനകം ഞങ്ങൾ വന്നിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വളരെ പ്രായമായ ഒരു ലേഡി ഈ കൂട്ടത്തിലുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞത് എന്തൊരു മൊരടനാണ്. ഡോക്ടർ മേസൻ പറഞ്ഞു, സാഹചര്യങ്ങൾ മനുഷ്യനെ മൊരടനാക്കും മാഡം. നിങ്ങൾ തണുത്ത് മരവിച്ച് മരിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഒരു റൊമാൻസ് കവിത ചൊല്ലുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുവോ? ഇല്ല, അതില്ല. എന്നാൽ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ അത്രയും ഒരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മുടെ സംസാരം ഇങ്ങനെയൊക്കെ ആയിപ്പോകും. എല്ലാവരും ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ ഇരിക്കുക. ഞങ്ങൾ പോയി 20 മിനിറ്റിനകം വരും. തിരിച്ചവർ കൺട്രോൾ ക്യാബിനിലെത്തി. അപ്പോഴേക്കും ജോസ് തിരിച്ചെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ മേസൻ ഒരു കാര്യം ചെയ്തു. ആദ്യം അവിടെ വീണ് കിടന്നിരുന്ന ആ പാസഞ്ചർ ക്യാബിനിൽ വീണ് കിടന്നിരുന്ന ഒരു, ഞാൻ പറഞ്ഞു, വളരെ ശരീര വലുപ്പവും അതിനനുസരിച്ചുള്ള കൈയും കാലും എല്ലാം വലുപ്പമുള്ള ഒരു, മറ്റുള്ള മനുഷ്യരെക്കാൾ വളരെ വലുപ്പമുള്ള ശക്തി തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഡോക്ടർ മേസൻ ചോദിച്ചപ്പോൾ ആദ്യം കാണുമ്പോൾ അദ്ദേഹം അവിടെ വീണ് കിടക്കുകയാണ്. പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും അദ്ദേഹം ഈ സീറ്റിലിരിപ്പുണ്ട്. മാത്രമല്ല ഡോക്ടർ മേസനോട് ആ ഡിക്സി കോണലുമായിട്ടുള്ള ക്ലാഷിനെ കുറിച്ച് വളരെ സരസമായിട്ട് അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ വിലപിടിച്ച ഒരു സഹയാർത്ഥികനോട് വളരെ മോശമായിട്ട് സംസാരിച്ചു ഇല്ലെങ്കിൽ പറയാണ്. അപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു, ശരിയാണ്, അങ്ങനെ വേണ്ടി വന്നു. ആയിരിക്കട്ടെ, താങ്കൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഉണ്ട്, അതിനാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഇവിടുത്തെ റേഡിയോ ഓപ്പറേറ്ററെ, വളരെ സീരിയസ് ആയിട്ടുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തെ ക്യാബിനിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൂടി സഹായം ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നതിന് മുമ്പ് ഈ കമ്പിളി ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന ചാക്കിൽ നിന്ന് കമ്പിളി ഡ്രസ്സ് കൊടുത്തു. അദ്ദേഹം ആദ്യം പറഞ്ഞ്, എനിക്ക് തണുപ്പൊന്നൊരു പ്രശ്നമല്ല. ഡോക്ടർ മേസൻ, ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടല്ലോ, പുറത്തെ ടെമ്പറേച്ചർ ഇവിടത്തേക്കാൾ 65 ഡിഗ്രി സെൽഷ്യസ് താഴെയാണ്. ആ തണുപ്പ് എല്ലാവർക്കും പ്രശ്നമാവും. അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ആ കംപ്ലീറ്റ് ഡ്രസ്സൊക്കെ എടുത്തിട്ടു. ഇതിൻ്റെ ഇടയിൽ ഡോക്ടർ മേസൻ റേഡിയോ ക്യാബിനിൽ പോയി ആ റേഡിയോ ഓപ്പറേറ്ററെ അവരുടെ ഡോക്ടർ അടിച്ച് തന്നെ ഒരു എമർജൻസിക്ക് വേണ്ടി മടക്കി വയ്ക്കാവുന്നൊരു സ്ട്രെച്ചറുണ്ട്, അത് ജോസ് അകത്ത് എത്തിച്ചിരുന്നു. അതിൽ അവർ ആ ബോഡി, അൺകോൺഷ്യസ് ആയിട്ടുള്ള ബോഡി കുലുങ്ങി മറിയാത്ത രീതിയിൽ കെട്ടിവെച്ചു. തലയിൽ പ്രത്യേക തുണിയൊക്കെ മടക്കി കുഷൻ പോലെയൊക്കെ ആക്കി വെച്ചു. ഒപ്പം അവിടെ നമ്മുടെ എയർ ഹോസ്റ്റസ് ഈ റേഡിയോ ഓപ്പറേറ്റർ വന്നിരിപ്പുണ്ട്. അവിടുത്തെ ഡോക്ടർ മേസൻ പറഞ്ഞു,
ഞങ്ങൾ ഇയാളെ ക്യാബിനിലേക്ക് കൊണ്ടുപോവാണ്. ഡോക്ടർ സ്ട്രെഡ്ജിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇയാളുടെ തല അനങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്കും ആ സ്ട്രെഡ്ജിൽ കൂടെ ഇരിക്കാം. ബാക്കി ഞങ്ങൾ നടക്കും, എല്ലാവർക്കും കൂടി അതിലിരിക്കാൻ സ്ഥലമില്ല, ഞങ്ങൾ നടക്കും, നിങ്ങൾ ഇയാളുടെ തല അനങ്ങാതെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവരെയും കൂടെ കൂട്ടി വളരെ പണിപ്പെട്ട് ഡോക്ടർ മേസൻ ആലോചിച്ചു, ഈ ശക്തനായ 6 അടിക്ക് മുകളിൽ ഉയരവും ഒത്ത ശരീരമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് ആണ് ഈ ബോഡി, കാരണം ഒരു ഡോറിലൂടെ അല്ല താഴേക്ക് ഇറക്കുന്നത്, ആ പൊട്ടിക്കിടക്കുന്ന വിൻഡ് സ്ക്രീനിൽ കൂടെയാണ്. അപ്പോൾ അത്രയും ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഈ സ്ട്രെച്ചർ വളരെ സൂക്ഷിച്ച് പിടിച്ച് താഴെ നിൽക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുക്കണം. അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തു. അങ്ങനെ ആ ബോഡി സ്ട്രെഡ്ജിൽ വെച്ച് അവർ മുന്നോട്ട് പോയി. പതിവ് പോലെ ജാക്ക് സ്ട്രോയുടെ പെറ്റ് ബാൾട്ടോ ലീഡ് ചെയ്തു. വിത്തിൻ മിനിറ്റ്സ് കാരണം ഇപ്പം വഴിയൊക്കെ ഏകദേശം പിടിയാണല്ലോ. പ്രത്യേകിച്ച് ഈ നായ്ക്കൾക്കൊരു സ്വഭാവമുണ്ട്, ഒരിക്കൽ വന്ന വഴി പെട്ടെന്ന് മറക്കില്ല. നമ്മളെപ്പോലെ കണ്ണ് മാത്രമല്ലല്ലോ അവരുടെ സെൻസറി ഓർഗൻ, അവരുടെ മൂക്ക് അതിനേക്കാൾ സെൻസിങ് ആണ്. വളരെ പെട്ടെന്ന് ജാക്ക് സ്ട്രോയുടെ ലീഡിൽ അവർ ക്യാബിനിലെത്തിയ ഡോക്ടർ മേസൻ ആദ്യം ചെയ്തത് ആ റേഡിയോ ഓപ്പറേറ്റർ സ്ട്രെച്ചറിൽ നിന്ന് അഴിച്ച് അദ്ദേഹത്തിൻ്റെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്ക് വെച്ചു. തണുപ്പടിക്കാതിരിക്കാൻ്റെ, കാരണം തണുപ്പാണ് അവിടുത്തെ മെയിൻ പ്രശ്നം. ആരോഗ്യം ഉള്ളവർക്കേ തണുപ്പ് ബാധിക്കുമ്പോൾ ആരോഗ്യമില്ലാവരുടെ അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ ആ തണുപ്പ് ബാധിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ലീപ്പിംഗ് ബാഗിൽ ഈ റേഡിയോ ഓപ്പറേറ്ററെ അകത്താക്കി അതിൻ്റെ സിബൊക്കെ ഇട്ട് അവിടെ അവരുടെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റിൽ ഒരു പ്രത്യേക കട്ടിലൊക്കെ ഇട്ട് അവിടെ കിടത്തി. അതിനുശേഷം തിരിച്ച് അവർ പ്ലെയിനിലേക്ക് പോയി. പ്ലെയിനിൻ്റെ അകത്തെത്തിയപ്പം ഓൾഡ് ലേഡി പറഞ്ഞു, ഓ വാട്ട് എ പങ്ക്ച്വാലിറ്റി, 20 മിനിറ്റ് തന്നെ തിരിച്ചെത്തി. വീണ്ടും ഡോക്ടർ മേസൻ പറഞ്ഞു, അറ്റ് യുവർ സർവീസ് മാഡം. ഈ അവസ്ഥയിൽ ഞങ്ങൾ അതാണ്, നിങ്ങൾക്ക് സർവീസിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, എൻ്റെ കൂടെയുള്ള ഈ 2 സയൻറ്റിസ്റ്റുകൾ നിങ്ങളെല്ലാം ക്യാബിനിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ആയിരിക്കുന്ന പെൺകുട്ടി, അവൾക്ക് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് എനിക്ക് കൊടുക്കേണ്ടതുണ്ട്. ഒരു ഫീമെയിൽ ബൈസ്റ്റാൻഡർ ഇവിടെ കൂടെ വന്നാൽ സൗകര്യമായിരിക്കും. ഉടനെ വിലപിടിച്ച വേഷങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടിരുന്ന യുവതി ചോദിച്ചു, അവൾക്കെന്താ പറ്റിയേ? അവളുടെ കോളർ ബോൺ ഫ്രാക്ചറാണ്, അതൊന്ന് ബാൻഡേജ് ചെയ്യണം, നിങ്ങൾക്കൊന്ന് കൂടെ നിൽക്കാമോ? ആ സ്ത്രീ ഒന്നും മിണ്ടിയില്ല. അതേസമയം തന്നെ ആ ഓൾഡ് ലേഡി പറഞ്ഞു, ഞാൻ നിൽക്കാം. ഓക്കെ, അങ്ങനെ അവരോട് വന്നു. ബാക്കിയുള്ളവരെല്ലാം കൂടി ജോസും ജാക്ക് സ്ട്രോയുടെയും നേതൃത്വത്തിൽ IGV ക്യാബിനിലേക്ക് പോയി. ഡോക്ടർ മേസൻ ആ കുട്ടിയുടെ ബ്ലൗസ് ഒന്ന് താഴ്ത്തി ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് ഒരു റോള് ബാൻഡേഡ് പുറത്തെടുത്തു. അപ്പോൾ ആ ഓൾഡ് ലേഡി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യാൻ പോകണമെന്ന് വല്ല പിടിയുണ്ടാ? ഡോക്ടർ മേസൻ പറഞ്ഞു, ഞാനൊരു സയൻറ്റിസ്റ്റ് മാത്രമല്ല, ഒരു ഡോക്ടർ കൂടിയാണ്. സത്യമായിട്ട് നിങ്ങൾ ഡോക്ടറാണോ? ഇപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുണ്ടോ, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡിഗ്രി എപ്പോഴും കഴുത്തിൽ കെട്ടിത്തോട്ടിക്കൊണ്ട് നടക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ? അയ്യോ, അതൊന്നുമില്ല. എന്നാൽ ഞാൻ ഡോക്ടറാണ്. അങ്ങനെ ഡോക്ടർ മേസൻ പൊട്ടിയ കോളർ ബോൺ ശരിയായ ലെവലിലാക്കി ബാൻഡേജ് ചെയ്തു. ആ അവസ്ഥയിൽ ഈ യുവതിയെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അവൾ പരിക്ക് പറ്റിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഡോക്ടർ മേസൻ ജാക്ക് സ്ട്രോയോടും ജോസിനോടും പറഞ്ഞിരിക്കുന്നു, ഈ ആൾക്കാരെ കൊണ്ടാക്കി ബ്ലോക്ക് ഫ്ലഡ്ജുമായിട്ട് തിരികെ വരണം എന്ന് പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് ജാക്ക് സ്ട്രോയും ജോസും തിരികെ വന്നു. അതിൽ ഈ കോളർ ബോൺ പൊട്ടിയ യുവതിയെ കയറ്റി. അതിനിടയിൽ ഈ കൂടെയുള്ള ഓൾഡ് ലേഡി ചോദിച്ചു, എന്താ മോളെ നിൻ്റെ പേര്? ഹെലീൻ. സ്ഥലം? ജർമ്മനി.
എന്നിട്ട് നീ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ. അത് ഞാൻ ചെറുപ്പം തൊട്ടേ പഠിച്ചതാണ്. ഓക്കെ. ഇതിനിടയിൽ ഡോക്ടർ മേസൺ ഈ ഓൾഡ് ലേഡിയോട് ചോദിച്ചു. ഈ ഓൾഡ് ലേഡി ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ മേസന് ഇവരെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. എന്തായാലും അവരുടെ സംസാര രീതിയൊക്കെ കേട്ട് ഡോക്ടർ മേസൻ ചോദിച്ചു, ആർ യു എക്സൈറ്റഡ് മിസ് മേരി ലിഗാർഡ്? ആ ലേഡി ഞെട്ടി. തനിക്കെങ്ങനെ എൻ്റെ പേരറിയാം? ഡോക്ടർ മേസൻ പറഞ്ഞു, പത്രത്തിലെല്ലാം ഫോട്ടോ കാണുന്നതല്ലേ, ദ മ്യൂസിക്കൽ കോമഡി സ്റ്റാർ ഓഫ് ദ വേൾഡ്, മിസ് മേരി ലിഗാർഡ്. മിസ്, ആലോചിക്കണം, ഇത്രയും പ്രായമൊക്കെ ആയെങ്കിലും ഒരു കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. മിസ്സാണ് ഇപ്പോഴും, മിസ്സസ് അല്ല. അത് കേട്ടപ്പോൾ ഈ പരിക്ക് പറ്റി ഇരിക്കുന്ന ആ ജർമ്മൻ പെൺകുട്ടി പോലും ആശ്ചര്യത്തോടെ നോക്കുകയാണ്. അപ്പോൾ ഡോക്ടർ മേസൻ കണ്ട, ആ കുട്ടിക്ക് പോലും മനസ്സിലായി പേര് കേട്ടപ്പോഴേക്കും. കാരണം ഇന്നത്തെ കാലമല്ല, വിഷ്വൽ മീഡിയയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, ഇതുപോലെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഒന്നുമില്ല. ആകെ പത്രത്തിൽ വരുന്നൊരു ഫോട്ടോ, അതുപോലെ റേഡിയോയിൽ കേൾക്കുന്ന ന്യൂസ് അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പലരുടെയും പേര് കേൾക്കും, പക്ഷേ ആളാരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനത്തെ കാലഘട്ടമാണെന്ന്. സോ ആ പെൺകുട്ടി, ജർമ്മനിയിൽ നിന്നുള്ള ആ പെൺകുട്ടിക്ക് പോലും ഈ ഇംഗ്ലീഷ് ലേഡിയുടെ പേര് കേട്ടപ്പോൾ മനസ്സിലായി, മേരി ലിഗാർഡ്, മ്യൂസിക്കൽ കോമഡി സ്റ്റാർ. അങ്ങനെ ആ ലേഡി പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ മേരിയാണ്, മിസ് ലിഗാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവർ പരിചയമില്ലാത്ത ഒരാളെ പ്രത്യേകിച്ച് കാണുമ്പോൾ മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സസ് അല്ലെങ്കിൽ മിസ്, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ മിസ്സിസ്, കല്യാണം കഴിയാത്തവരാണെങ്കിൽ മിസ്. രണ്ടും തിരിച്ചറിയില്ലെങ്കിലോ അവർക്ക് വേറൊരു വാക്കുണ്ട്, മിസ്. മിസ്സല്ല, മിസ്, MS, മിസ്. ഇതാണ് അവരുടെ ഒരു മെത്തഡ് ഓഫ് അഡ്രസ്സിങ്. അപ്പോൾ പിന്നെ അതുകൂടാതെ ഒരു കാര്യമുണ്ട്, ഇവരുടെ പേരിനെപ്പോഴും രണ്ട് ഭാഗങ്ങളുണ്ട്, ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും. നോർമലി ഒരാൾ സെക്കൻഡ് നെയിമാണ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ US പ്രസിഡൻറ്റ്, അദ്ദേഹത്തെ ഫോർമലായിട്ട് എല്ലാവരും വിളിക്കാൻ മിസ്റ്റർ ട്രംപ് എന്നേ വിളിക്കൂ. വളരെ അടുപ്പമുള്ളവരാണ് ഡൊണാൾഡ് എന്ന് വിളിക്കുകയുള്ളൂ. അതേപോലെയാണ് ഇംഗ്ലീഷുകാരുടെ രീതി. സെക്കൻഡ് നെയിമാണ് ഫോർമൽ കോളിംഗ് വിത്ത് മിസ്റ്റർ ഓർ മിസ്സിസ് ഓർ മിസ്സസ്. ഇതാണ് അവരുടെ രീതി. വളരെ അടുപ്പമുള്ളവർ മാത്രമേ ഫസ്റ്റ് നെയിം വിളിക്കുകയുള്ളൂ. അപ്പോൾ ഈ ലേഡി പറഞ്ഞു, എന്നെ മിസ് ലിഗാർഡ് എന്നൊന്നും വിളിക്കണ്ട, മേരി എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു, ഇത്രയും പ്രായമുള്ള ഒരാളെ അങ്ങനെ വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആയിരിക്കട്ടെ, നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ഡോക്ടർ പീറ്റർ മേസൺ. ഓക്കെ, എനിക്ക് നിങ്ങൾ പീറ്ററാണ്. ഈ രീതിയിൽ അവർ വളരെ അടുത്തു. ഈ ക്യാബിനെത്തുമ്പോഴേക്കും അങ്ങനെ ഡോക്ടർ അടുത്ത് കയറി ഈ വയസ്സായ സ്ത്രീയും ഒപ്പം പരിക്ക് പറ്റിയ പെൺകുട്ടിയും ഒപ്പം നടന്ന് ഡോക്ടർ മേസൺ, ജാക്ക് സ്ട്രോ ജോസ്, ഇത്രയും ആൾക്കാർ ക്യാബിനിലെത്തി. ക്യാബിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് അവിടെ ഒരു ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നു. അതിൻ്റെ നടുക്കിലോട്ട് നോക്കിയ ഡോക്ടർ മേസൺ ഞെട്ടിപ്പോയി. അവരുടെ RCA റേഡിയോ സെറ്റ്, RCA മീൻസ് റേഡിയോ കോർപ്പറേഷൻ ഓഫ് അമേരിക്ക, വളരെ പണ്ട് കാലം തൊട്ട് തന്നെ റേഡിയോ സെറ്റുകളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്മിഷനും റിസീവിങ്ങും, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ രണ്ടും കൂടി നടത്തുന്ന ഒരു റേഡിയോ സെറ്റ്, അത് അവിടെ നിലത്ത് തകർന്ന് കിടക്കുന്നു.